ரேஷன் கடையை சேதப்படுத்திய ஒற்றை யானை சாந்தன்பாறை ஆணையரங்களில் ரேஷன் கடையை சக்கை கொம்பன் சேதப்படுத்தியது. உள்ளே இருந்த அரிசியும் தின்றது. அதிகாலை 4:30 மணிக்குத்தான் சம்பவம். வீட்டிலிருந்த குழந்தையும் அம்மாவும் உயிர் தப்பியது நூல் இலையில். வெள்ளிக்கிழமை அதிகாலை 4:30 மணிக்குத்தான் ஆணையரங்கல் ரேஷன் கடைக்கு நேராக சக்கை கொம்பனின் தாக்குதல் ஏற்பட்டது. கடையில் ஊழியரான லாவண்யாவும் இவருடைய 1.5 வயதுள்ள குழந்தையும் கடையில் தான் தங்கியிருந்தது. 1 மணி நேரம் சக்கை கொம்பன் கடையின் சுற்றுப்புற பகுதியின் நிலை உறுதிப்படுத்தியது. கடையின் ஒரு பகுதியை சேதப்படுத்தியுள்ளது. வனத்துறை ஊழியர்களும் பொதுமக்களும் சேர்ந்துதான் யானையை துரத்திய பின்பு லாவண்யாவும் குழந்தையும் வெளியில் கொண்டு வந்தது. ഞങ്ങള് ഇവിടെ താമസം. ഇന്ന് രാത്രി 4:30 ആകുമ്പോൾ ഇവിടെ ആന എത്തി. പക്ഷേ സീറ്റ് മുട്ടിയപ്പോൾ ഞങ്ങൾ എന്നിട്ട് ആൾക്കാരൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ എല്ലാവരും വന്നു. ഇവിടെ വന്നിട്ട് ആന പോയിട്ടില്ല. പിന്നെ ഫോറസ്റ്റുകാരൊക്കെ വന്ന് പടക്കം പൊട്ടിയപ്പോഴാണ് പോയി. ഞങ്ങൾ 5:30 ആകുമ്പോൾ ഇവിടെ നിന്ന് വെല്ല വന്നു. ആന ഇവിടെ ഉണ്ടായിരുന്നു കുറേ നേരം, 1 മണിക്കൂറായി പോകാൻ വേണ്ടി. தற்பொழுது கடை சேதமடைந்ததன் காரணமாக தற்காலிகமாக வேறு இடத்தில் செயல்படுவதற்கு தேவையான வசதிகள் செய்து கொடுக்க தோட்ட மேனேஜ்மெന്റിற்கு ഉണവ് പാതുകാപ്പുത്തുறை ഉത്തരവ് കൊടുത്തുള്ളത്. ഇപ്പം നിലവിൽ ഇത് ഈ റേഷനൊക്കെ സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് മാറ്റിവെക്കുക മാത്രമേ മാർഗമുള്ളൂ. ഇങ്ങനെ സ്ഥിരമായിട്ട് ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഇത് കമ്പനിക്കാരോട് പറഞ്ഞ് കെട്ടിടത്തിന് അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും പഴയപടി ആക്കുക എന്നുള്ള മാർഗ്ഗമേ ഉള്ളൂ നിലവിൽ. അത് ചോദിച്ചിട്ടുണ്ട്. അത് താമസിക്കാതെ എങ്ങനെയാകും. മൊബൈൽ റേഷൻ കട ഉടനെ ആരംഭിക്കും. നല്ല നടപടികൾ സ്വീകരിച്ച് വരുന്നുണ്ട്. പന്നിയാറിൽ ഈ ഒക്ടോബർ 5-ാം തീയതി തന്നെ അത് ഉദ്ഘാടനം ചെയ്യും. ഇതിനോട് തുടർന്ന് ഇവിടെ ആ രീതിയിലേക്ക് മാറും. தோட்டத்தொழிலாளிகள் வசிக்கக்கூடிய ஆணையரங்கள் லயங்களுக்கு அருகில் சக்கை கொம்பன் உட்பட உள்ள யானைகள் வருவது நிரந்தரமாக உள்ளது. கடை மற்றும் வீடுகளுக்கு நேராக தாக்குதலும் தொடர்கிறது. ലയങ്ങളെ ചുറ്റിലും ഫെൻസിംഗ് அமைக்க வேண்டும் என்று വനത്തുறைക്ക് കോരിക്കை வைக்கப்பட்டுள்ளது. ഒരു 4:30 മണിയായപ്പോൾ എനിക്ക് ഫോൺ വന്നായിരുന്നു. നമ്മൾ ആന വന്ന് കട കുത്തിപ്പൊളിക്കുന്നുണ്ടെന്ന്. കട അകത്തിരുന്ന പെങ്കൊച്ചാണ് എന്നെ വിളിച്ച് പറഞ്ഞു. അന്നേരം ഇവിടെ വന്ന് നോക്കുമ്പോൾ ആന കട കുത്തിപ്പൊളിച്ച് അരിയൊക്കെ എടുത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പരമാവധി ശ്രമിച്ച് ഓടിക്കാൻ നോക്കി. ആന പോയില്ല. ആന അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഇത് ഒരു 5-6 പ്രാവശ്യം, ഇത് ഒരു 7-ാമത്തെ പ്രാവശ്യമാണ് ഈ കട ഇങ്ങനെ കുത്തി പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആറാട്ടിക്കാർ വരുന്നുണ്ട്. ആറാട്ടിക്കാർ പറയുമ്പോൾ അവരൊന്ന് പടക്കം പിടിച്ച് അവർ ആനയെ ഓടിച്ചു വിട്ടിട്ട് പോവുക. ഇതിനെ കഴിഞ്ഞ് ഞങ്ങൾക്കൊരു കൃത്യമായിട്ട് ഒരു ഇത് തരുന്നില്ല ഗവൺമെൻറ്റിൽ നിന്ന്. ആ ഫോറസ്റ്റുകാരുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കമ്പനിയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഇത്രയും പൊളിച്ചിട്ട് ഇതിൻ്റെ ഒരു 4 ലക്ഷം മുകളിൽ ഞങ്ങൾ ഈ കടയ്ക്ക് ചിലവ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ഇത് കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ സ്വന്തം പൈസയോ പോകണം. മൊത്തത്തിൽ ഞങ്ങളുടെ ജീവന് ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത കണ്ടീഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.